നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. നാളെ രാവിലെ 11-ന് പത്തനാപുരം മൗണ്ട് താബോർ ദേറയിലാണ് സംസ്കാര ശുശ്രൂഷകൾ. കൂടുതൽ വിവരങ്ങൾ സ്റ്റാലിൻ ജോർജ് നൽകും. സ്റ്റാലിൻ, ഭൗതിക ശരീരം ഇനി എവിടെയൊക്കെ പൊതുദർശനത്തിൽ വെക്കും? ഇന്ന് മറ്റ് പ്രാർത്ഥനാ ചടങ്ങുകൾ എന്താണ്? ഫിജി, കോട്ടയം പഴയ സെമിനാരിയിൽ നിന്നും മൃതദേഹം വിലാപയാത്രയായി കോട്ടയം നഗരത്തിലൂടെ ദേവലോകം അരമനയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ദേവലോകം അരമനയിൽ എത്തിച്ചേരും. തുടർന്ന് ഇവിടെ പൊതുദർശനത്തിന് വയ്ക്കും. 12 മണി വരെയാണ് നേരത്തെ പൊതുദർശനം. 10 മണി മുതൽ 12 മണി വരെയാണ് പൊതുദർശന സമയം നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇത് അല്പം വൈകിയതുകൊണ്ട് പൊതുദർശന സമയം അല്പം കൂടി നീട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഉച്ചനമസ്കാരത്തിന് ശേഷം പിന്നീട് ഒരു മണിക്ക് ശേഷമായിരിക്കും ഇവിടെ നിന്നും അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ മാവേലിക്കരയിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോവുക. പുതിയകാവ് സെന്റ് മേരീസ് കത്തീഡ്രൽ, വലിയ ബാവയുടെ ജന്മസ്ഥലമായ മാവേലിക്കരയിലെ പുതിയകാവ് സെന്റ് മേരീസ് കത്തീഡ്രലിൽ തുടർന്ന് ഭൗതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കും. അവിടെ നിന്നും പിന്നീട് രാത്രി 9 മണിയോടുകൂടി പന്തളം അടൂര് വഴി പത്തനാപുരത്തേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നാളെ രാവിലെ വിശുദ്ധ കുർബാനയോടുകൂടിയാണ് ചടങ്ങുകൾ തുടങ്ങുക. അതിനുശേഷം പിന്നീട് കബറടക്ക ശുശ്രൂഷകൾ ആരംഭിക്കും. ദേറ സാവൻ തോമാമാർ ദിവന്യാസിയോസിന്റെയും മദ്രാസ് ഭദ്രാസനാധിപൻ സക്രിയമാർ ദിവന്യാസിയോസിന്റെയും കബറിടങ്ങളുടെ മധ്യത്തിലായാണ് വലിയ ബാവയ്ക്കും കബറിടം ഒരുക്കിയിരിക്കുന്നത്. അവിടെ തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാരം നടക്കുക. നാളെ ഏകദേശം ഉച്ചയോടുകൂടി തന്നെ സംസ്കാരം നടക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്നാൽ അല്പസമയത്തിനകം തന്നെ കോട്ടയം പഴയ സെമിനാരിയിൽ നിന്നും ഭൗതിക ശരീരം ദേവലോകം അരമനയിൽ എത്തിച്ചേരും. തുടർന്ന് ഇവിടെ പൊതുദർശനത്തിന് വയ്ക്കും. പഴയ സെമിനാരിയിൽ നൂറുകണക്കിന് ആളുകൾ, വിശ്വാസികളാണ് വലിയ ബാവയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തിയത്. പൗരപ്രമുഖരും വിവിധ സാമുദായിക സഭാ നേതാക്കളും എത്തിയിരുന്നു. മന്ത്രിമാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അനൂപ് ജേക്കബ്, എംപിമാരായ ആന്റോ ആന്റണി, MLA മോൻ ജോസഫ് തുടങ്ങിയവരും രാവിലെ തന്നെ വലിയ ബാവയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ പഴയ സെമിനാരിയിൽ എത്തിയിരുന്നു. ഇപ്പോഴും നൂറുകണക്കിന് വിശ്വാസികളാണ് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. ദേവലോകം അരമനയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിലാപയാത്ര പഴയ സെമിനാരിയിൽ നിന്നും പുറപ്പെട്ട് ഏകദേശം ദേവലോകം അരമനയോട് അടുത്തെത്തി കഴിഞ്ഞിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ദേവലോകം അരമനയിൽ എത്തിച്ചേരും. ബസേലിയോസ് മാർത്തോമാ ദിദിമോസ് പ്രഥമൻ കാതോലിക്ക വലിയ ബാവയുടെ വിയോഗത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. സന്യാസ ജീവിതത്തിൻ്റെ ഉദാത്ത മാതൃകയും മനുഷ്യ സ്നേഹത്തിൻ്റെ പ്രതിരൂപവുമായിരുന്നു കാലം ചെയ്ത വലിയ ബാവ. അദ്ദേഹത്തിൻ്റെ നിര്യാണം കേരള ക്രൈസ്തവ സഭയ്ക്ക് തീരാത്ത ഒരു നഷ്ടമാണ്. അബോവരനായിരുന്നു അദ്ദേഹം. ആധ്യാത്മിക രംഗത്ത് കാലൂന്നി നിന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും പ്രചരിപ്പിക്കുവാൻ, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ അങ്ങേയറ്റം അർപ്പണബോധത്തോട് പ്രവർത്തിച്ച തിരുമേനിയുടെ വിയോഗം ഒരു തീരാ നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. മാനനഷ്ട കേസിൽ റിമാൻഡിൽ കഴിയുന്ന ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ